അഡ്വക്കേറ്റ് ജയസൂര്യൻ നോക്കൂ, ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. സുരേഷ് ഗോപി നടനല്ല എന്ന് പറഞ്ഞതിലെ വാക്കിൻ്റെ അർത്ഥം വെച്ച് വ്യാഖ്യാനിച്ച് താങ്കൾ കയ്യടി സ്വയം നടത്തിയിട്ട് കാര്യമില്ല. ഇവിടെ തൃശ്ശൂർ എം പിക്ക് ഒരു ബാധ്യതയുണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ, ഈ പറയുന്ന വിഷയത്തിൽ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കാൻ. അത് അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പെരുമാറിയത് എങ്ങനെയെന്ന് ഇപ്പോൾ ഇവിടെ വിശദമാക്കപ്പെടുകയും ചെയ്തു. ഈ കാര്യത്തിൽ മാത്രമല്ല എന്നാണ്, തൃശ്ശൂരിൽ ഒരു അബദ്ധം പറ്റി എന്നുള്ള നിലയ്ക്കാണ് നേരത്തെ ശ്രീ കെ വി അബ്ദുൽ ഖാദർ കാര്യങ്ങൾ പറഞ്ഞത്. അവിടുത്തെ ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല, അവിടുത്തെ വികസന കാര്യങ്ങൾ ഇടപെടുന്നില്ല, അവിടത്തേക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു കാര്യവും കൊണ്ടുവന്നിട്ടില്ല. ഇത്രമാത്രം കേന്ദ്രത്തിൽ ഇടപെടാൻ പറ്റുന്ന ഒരാൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് പറയേണ്ടത്? ശ്രീ കെ വി അബ്ദുൽ ഖാദറിന് ഞാൻ നന്ദി പറയുകയാണ്. കാരണം അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, തൃശ്ശൂരിന് വേണ്ടി ശ്രീ സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്നുള്ളത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന് വേണ്ടി 393 കോടി രൂപ അന്താരാഷ്ട്ര നിലവാരത്തിൽ എന്നല്ല, എയർപോർട്ട് പോലെയാണ് അത് വരാൻ പോകുന്നത്. തൃശ്ശൂർ ക്രൈസ്റ്റ് കോളേജിലെ സിന്തറ്റിക് ട്രാക്കിന് 8 കോടി രൂപ, ടൂറിസം വികസന പദ്ധതിക്ക് 59 കോടി 71 ലക്ഷം രൂപ, എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും ഇത്തരത്തിൽ പരിഷ്കരിക്കപ്പെടുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളെല്ലാം പരിഷ്കരിക്കപ്പെടുന്നുണ്ട്. നേരത്തെ ഉള്ള പദ്ധതിയാണ്. സുരേഷ് ഗോപിക്ക് മുമ്പേ വന്നതാണ്. 68 മുതൽ 1248 കിലോ ലിറ്റർ ആക്കി വർദ്ധിപ്പിച്ചു. അതുപോലെ ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റർമാർ കേരളത്തിൽ മൊത്തമായിട്ടാ പുറത്തിറങ്ങിയാൽ അവർക്ക് കൂടുതൽ ചാർജ് കൊടുക്കണമായിരുന്നു, നികുതി കൊടുക്കണമായിരുന്നു, അത് വേണ്ടാന്ന് വെച്ചു. സുരേഷ് ഗോപി നവീകരിച്ചു. ഇങ്ങനെ സുരേഷ് ഗോപി ചെയ്ത കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സർ, ഇതെല്ലാം സുരേഷ് ഗോപി മാത്രം ചെയ്തതാണെന്നാണോ താങ്കൾ പറഞ്ഞത്? സുരേഷ് ഗോപി എം പി ആകുന്നതിന് മുമ്പ് തുടങ്ങിയ റെയിൽവേ സ്റ്റേഷൻ മോഡിഫിക്കേഷൻ പരിപാടി ഇപ്പോഴും തുടരുന്നുണ്ട്. അത് സുരേഷ് ഗോപിയുടെ പേരിലേക്ക് താങ്കൾ മാറ്റിവെക്കുകയാണ്. പീച്ചി ഡാം തുറക്കുമ്പോൾ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാകുന്ന പ്രദേശത്ത് അത് തടയാൻ വേണ്ടി ഗാന്ധി നഗർ റെസിഡൻസ് അസോസിയേഷൻ ഹാളിൽ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു സുരേഷ് ഗോപി. ആ സമയത്ത് CPM-ന്റെയും UDF-ന്റെയും LDF-ന്റെയും UDF-ന്റെയും ആൾക്കാർ അത് ബഹിഷ്കരിച്ച് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. ആർക്കാ താല്പര്യം തൃശ്ശൂരിനെ സംരക്ഷിക്കാൻ? തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ താല്പര്യം ഇക്കാര്യത്തിൽ സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല. സുരേഷ് ഗോപി കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോഴാണ് താങ്കൾ ഈ വികസന കാര്യങ്ങളിൽ നേരത്തെയുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലിസ്റ്റ് അങ്ങോട്ട് ഇറക്കുന്നത്. ഇനിയിപ്പോൾ ഏത് MP മാർ ചെയ്ത കാര്യങ്ങളും BJP-യുടെ MP മാർ ചെയ്ത കാര്യങ്ങളിലേക്കും ഇതൊക്കെ എടുത്തു വെക്കാം. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം താങ്കൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ. അല്ല, കെ വി അബ്ദുൽ ഖാദർ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളതിനെ എങ്ങനെ വ്യാഖ്യാനിച്ചാൽ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ ശ്രീ റിജു പറയുന്നു വടക്കേ ഇന്ത്യയിൽ ഭയങ്കര ആക്ഷേപമാണ്, അവിടെ ഭയങ്കര ആക്രമണമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ, റിജു പറഞ്ഞല്ലോ. അപ്പോൾ ആ റിജു പറഞ്ഞ കാര്യത്തിന്റെ മറുപടി കൂടെ ഞാൻ പറയണം. കാരണം നിങ്ങളുടെ ചോദ്യത്തിലൊക്കെ മറുപടി ഞാനാണല്ലോ പറയേണ്ടത്. അല്ല, നേരത്തെയുള്ള ചോദ്യത്തിന് മറുപടി ഇതുവരെ വന്നിട്ടില്ല. നേരത്തെ കെ വി അബ്ദുൽ ഖാദർ ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി ഇതുവരെ വന്നിട്ടില്ല. അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് റിജു ഈ കാര്യം ചോദിച്ചത്. എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി പറയണമല്ലോ, എല്ലാം കൂടെ പറയാനുള്ള സമയം നിങ്ങൾ തരണം. അപ്പോൾ റിജുവും ചോദിക്കുന്നത് എന്ത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ചെയ്തു? കൃത്യമായിട്ട് മതന്യൂനപക്ഷങ്ങൾ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് ഇത്രമാത്രം BJP-യെ അപഹസിക്കാൻ വേണ്ടി ആക്രമണങ്ങളുടെ കഥകൾ നിങ്ങൾ ഇങ്ങനെ പരത്തും തോറും ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള എല്ലാ സംസ്ഥാനങ്ങളും BJP ഭരിക്കുകയാണ്. 1 അല്ല 2 അല്ല 3 തവണ തുടർച്ചയായിട്ട് ഭരിക്കുകയാണ്. അല്ല, ആ ഭരണത്തിന്റെ കാര്യമാണ് ഇനി അറിയേണ്ടത്. അതിന്റെ രഹസ്യമാണ് ഇനി അറിയേണ്ടത്. എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോ കർണാടകത്തിൽ നിന്ന് ചില തെളിവുകൾ വരുന്നുണ്ട്. തൃശ്ശൂരിൽ തന്നെ ഇന്നിപ്പോ ചില തെളിവുകൾ സുരേഷ് ഗോപി താമസിച്ച സ്ഥലത്തെ വോട്ടർമാരുടെ എണ്ണത്തെ കുറിച്ചുള്ള ചില തെളിവുകൾ ഇന്നിപ്പോ പുറത്തേക്ക് ചിലർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് മാത്രമല്ലോ, ഈ തൃശ്ശൂരിൽ മറുപടി പറയാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് മറുപടി പറയാൻ എന്നെ അനുവദിക്കാത്തത്? നിങ്ങൾ ചോദ്യം താങ്കൾ പറഞ്ഞോളൂ. മാത്രമല്ല എനിക്ക് എയിംസിന്റെ കാര്യത്തിൽ സുരേഷ് ഗോപി എന്ത് ചെയ്തു? എവിടെ വരെ എത്തി? കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, സുരേഷ് ഗോപി കൊണ്ടുവന്ന പദ്ധതികൾ ഏതൊക്കെയാണ്? പറയൂ. ആ പദ്ധതികളാണല്ലോ ഞാനിതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അതായത് ചോദ്യം മാത്രം ചോദിച്ചു പോയാൽ പോരല്ലോ. അതായത് ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയൊക്കെ ക്രൈസ്തവ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളുണ്ടോ അതൊക്കെ BJP ഭരിക്കുകയാണ്. 1, 2, 3 തവണ തുടർച്ചയായിട്ട് ഭരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ MLA-മാരുള്ളത് BJP-ക്കാ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ മന്ത്രിമാരുള്ളത് BJP-ക്കാ. കേരള കോൺഗ്രസിനും CPM-നും ഒന്നും അല്ല.
ഈ ക്രൈസ്തവർ മുഴുവൻ എന്നാ വിഡ്ഢികളാണോ ബിജെപിക്ക് വോട്ട് ചെയ്യാനും അവരെ മന്ത്രിയാക്കാനും അവരെ MLA ആക്കാനും? അപ്പോൾ അതിന്റെ കാരണം എത്രമാത്രം നിങ്ങൾ എത്രമാത്രം വിശദീകരണം കൊടുത്താലും എത്രമാത്രം ദുർവ്യാഖ്യാനം ചെയ്താലും ഇവിടുത്തെ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അത് അവർക്ക് പേടി കൊണ്ടുണ്ടായ ചില പ്രതികരണങ്ങൾ അദ്ദേഹം സ്വന്തം മണ്ഡലത്തിനും സ്വന്തം സംസ്ഥാനത്തിനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായിട്ടും വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്.